ലേഖനം ഞാൻ വായിച്ചിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ഓരോ ലേഖനങ്ങൾക്കെല്ലാം നമ്മൾ മറുപടി പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതാണ് ഡീലിന്റെ ലിങ്ക്, ഇതാണ് PMC ആണെന്ന് പറഞ്ഞു RSS പദ്ധതി നടപ്പിലാക്കാൻ. അത് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ്. അതാണ് ലിങ്ക് എങ്കിൽ അപ്പോൾ അദ്ദേഹം ഈ ഗവൺമെന്റ് RSS പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുന്നു, ഒപ്പിട്ടു. അതിനകത്ത് നിയമപ്രശ്നങ്ങൾ ഞങ്ങളെ പരിശോധിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പിലാക്കുന്നതിനുള്ള മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. അവിടെ നിന്ന് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ മുന്നോട്ട് പോകില്ല എന്നെങ്കിലും പറയേണ്ടതിന് പകരം ഇവന്റെ നടത്തിപ്പുകാരായി ചാമ്പ്യന്മാരായി മാറുന്ന അവസ്ഥ കാണുമ്പോൾ അതല്ലേ യഥാർത്ഥത്തിൽ അങ്ങേയറ്റം അവസരവാദ നിലപാട്. ലേഖനം ഞങ്ങളൊന്നും വായിച്ചില്ല. ഇപ്പോൾ ഇവിടെ കാണേണ്ട ഒരു ഭാഗം എന്ന് വെച്ചാൽ UDF ഗവൺമെന്റ് വല്ലാത്ത പ്രതിരോധത്തിലാണ്. ഇപ്പോൾ PM ശ്രീ പ്രശ്നമാകാം, വന്ദേ മാതരത്തിന് പൂർണ്ണമായിട്ടും ആലപിച്ച കാര്യം, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായും വിധേയമായത്, സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ സംസ്ഥാനവുമായിട്ട് ഒരു തരത്തിലുള്ള കൂടിയാലോചന നടത്താതെ ചാൻസലർ നിയമിച്ചിട്ടും ഇതുവരെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പൊതു പ്രതികരണം പോലും നടത്താതിരിക്കുന്ന പ്രശ്നം, വിഴിഞ്ഞത്തെ സംബന്ധിച്ച് കരാർ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടായിട്ട് ജനങ്ങളാകെ അതിനെതിരെ നിൽക്കുന്ന മറ്റു പ്രശ്നങ്ങൾ, PM ശ്രീ അറബിക്കടലിലേക്ക് ഞങ്ങൾ വന്നാൽ വലിച്ചെറിഞ്ഞ് കളയും എന്ന് പറഞ്ഞവർ അവരുടെ നടത്തിപ്പുകാരായി മാറിയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരു 50 ദിവസത്തിനുള്ളിൽ ഇത്രമാത്രം തുറന്നു കാട്ടപ്പെട്ട അല്ലെങ്കിൽ നിലപാടുകളിൽ അവസരവാദ സമീപനം സ്വീകരിച്ച ഇത്തരം ശക്തികളുമായി സന്ധി ചെയ്യുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായെന്ന് വരില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്തരം പ്രതിരോധത്തിലാകുന്ന UDFനെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പുറത്തെ ചില വിവാദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? PMCയുടെ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളില്ലല്ലോ. PM ശ്രീ ഞങ്ങൾ ചർച്ച ചെയ്തു, അതിനകത്ത് വകുപ്പ് ഒപ്പിട്ട കാര്യം അത് ശരിയായില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ടായിരുന്നു, ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ തന്നെ മന്ത്രിസഭ ചർച്ച ചെയ്തു. മന്ത്രിസഭ ചർച്ച ചെയ്തുകൊണ്ടാണ് PM ശ്രീയുടെ സംബന്ധിച്ച് ക്യാപ്റ്റൻ അബയൻസ് വെച്ചിട്ടുള്ളത്. ആ ക്യാപ്റ്റൻ അബയൻസ് വെച്ചിട്ടുള്ളിടത്തും ഇന്ന് നിങ്ങൾ എന്തുകൊണ്ട് മാറുന്നില്ല എന്നാണ് നേരത്തെ ചോദിച്ചിരുന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ കാണേണ്ടത്, ഞങ്ങൾ വന്നാൽ ഇത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങൾ മിന്നിടത്തുനിന്ന് അപ്പുറത്തേക്ക് പോയിരിക്കുന്നു, അവന് നടത്തിപ്പുകാരായി മാറിയിരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. ഞങ്ങൾ എവിടെ നിന്നു അവിടെയെങ്കിലും അവർക്ക് നിൽക്കണ്ടേ? ശരി, ഒപ്പിട്ടു. അതിനകത്ത് നിയമപ്രശ്നങ്ങൾ ഞങ്ങളെ പരിശോധിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പിലാക്കുന്നതിനുള്ള മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. അവിടെ നിന്ന് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ മുന്നോട്ട് പോകില്ല എന്നെങ്കിലും പറയേണ്ടതിന് പകരം ഇവന്റെ നടത്തിപ്പുകാരായി ചാമ്പ്യന്മാരായി മാറുന്ന അവസ്ഥ കാണുമ്പോൾ അതല്ലേ യഥാർത്ഥത്തിൽ അങ്ങേയറ്റം അവസരവാദ നിലപാട്. അതിന് അലങ്കാരമായിട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറയാലോ, പക്ഷെ ഭരണപക്ഷത്തിരിക്കുമ്പോൾ അത് ബാധകമല്ല എന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകൾ മന്ത്രിമാരായിരിക്കുന്നു, അധികാരത്തിന്റെ ഭാഗമായി വരുന്നു എന്നതാണ് നമ്മൾ ഗൗരവമായി കാണേണ്ട ഭാഗം. ലേഖനം ഞാൻ വായിച്ചിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ഓരോ ലേഖനങ്ങൾക്കെല്ലാം നമ്മൾ മറുപടി പറയാൻ പറ്റില്ല. അതൊക്കെ നേരത്തെ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയില്ലേ? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞ അതിലെന്താ പുതിയ വാർത്ത? എന്താ നമ്മൾ പറയേണ്ടത്? പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ. നേരത്തെ കണ്ടു, വകുപ്പ് ഒപ്പിട്ടു, മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടില്ല. ഇതെല്ലാം ഒത്തിരി തവണ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളല്ലേ, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളെ അറിയിച്ച കാര്യങ്ങളല്ലേ. അതിന് പുതുതായിട്ട് എന്താ വാർത്താ സ്വഭാവം ഉള്ളത്? അതാണ് നമ്മൾ നോക്കേണ്ടത്. അന്ന് അല്ല, ഞാൻ വായിച്ചിട്ടില്ല. അതിനൊക്കെ മറുപടി പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് വകുപ്പ് മന്ത്രിസഭ അറിയാതെ ഒപ്പിട്ടു. അത് പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തന്നെ തുറന്നു പറഞ്ഞതും. മന്ത്രിസഭ തന്നെ ചർച്ച ചെയ്തിട്ട് അതിന്റെ തുടർ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്ന് മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണല്ലോ. അതും വ്യക്തമാക്കിയുള്ളൂ. എന്നാൽ ഇത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനായിട്ട് ശ്രമം നടന്നു. അങ്ങനെ ഒരു ഇതാണ് ഡീലിന്റെ ലിങ്ക്, ഇതാണ് PMC ആണെന്ന് പറഞ്ഞു RSS പദ്ധതി നടപ്പിലാക്കാൻ. അത് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ്. അതാണ് ലിങ്ക് എങ്കിൽ അപ്പോൾ അദ്ദേഹം ഈ ഗവൺമെന്റ് RSS പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുന്നു. അപ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് വരുന്ന ചില വ്യാഖ്യാനങ്ങളാകാം, മറ്റു കാര്യങ്ങളിലേക്ക് എടുക്കേണ്ടതില്ല.